നമ്മുടെ ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കുന്നത് അതിനകത്തെ ടാസ്കുകളാണ്. അതായത് ഇപ്പോൾ ഹോട്ടൽ ടാസ്ക് ആയിക്കോട്ടെ, ഇപ്പോൾ കോളിംഗ് ടാസ്ക് ആയിക്കോട്ടെ, അതുപോലെ ഒരുപാട് ടാസ്കുകളുണ്ട്. അതിൽ മത്സരാർത്ഥികൾ രണ്ട് ടീമായിട്ട് തിരിഞ്ഞു, അല്ലെങ്കിൽ പല മത്സരാർത്ഥികളായിട്ട് തന്നെ ഗെയിം കളിക്കുന്ന ആൾക്കാരായിട്ട് തന്നെ മാറി ആ ഒരു ഗെയിം നന്നായിട്ട് തന്നെ കളിച്ച് ആ ഒരു രസകരമായിട്ട്, അല്ലെങ്കിൽ അവരുടെ എല്ലാ ആത്മാർത്ഥമായിട്ട് കളിച്ച് ജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇതുവരെയുള്ള സീസണിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഈ സീസൺ 7 എടുത്ത് നോക്കിയാൽ, ഒരു ടാസ്ക് കൊടുത്താൽ, ഒരു ഗെയിം കൊടുത്താൽ അതെങ്ങനെ കുളമാക്കാം, അല്ലെങ്കിൽ ആ ടാസ്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്ന് നോക്കുന്ന മത്സരാർത്ഥികളാണ്. അതായത് ഒട്ടും ഉത്തരവാദിത്വം ഇല്ലാത്ത, ബിഗ് ബോസ് പറയുന്ന കേൾക്കാത്ത, ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്യാത്ത, ഒരു വെറും ഇപ്പൊ ഒന്ന് രണ്ട് പേരെ എടുത്ത് മാറ്റിയാൽ ബാക്കിയെല്ലാം എങ്ങനെ ടാസ്ക് കുളമാക്കാം എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇത് നല്ലൊരു പ്രവണതയായിട്ട് ഇതുപോലൊരു സീസണിൽ, അതായത് ഏഴിന്റെ പണി എന്ന് പറഞ്ഞൊരു സീസണിൽ ഇങ്ങനെ ചെയ്യുന്നത് ലാലേട്ടൻ ചോദ്യം ചെയ്യണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് മാറ്റണം. അടുത്ത നല്ലൊരു ടാസ്ക് കൊടുത്തിട്ട് ഇവർക്കെല്ലാം നല്ലൊരു ഏഴിന്റെ പണി കൊടുക്കണം എന്നതാണ് എൻ്റെ ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം.